ഹായ് ആൾ, ഇന്ന് നമുക്കൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊരു ഫുഡ് ഉണ്ടാക്കിയാലോ. ഇതിൻ്റെ ഈ ഒരു ഫുഡിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ. നിങ്ങളെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതിനൊരു നല്ലൊരു പേര് കണ്ടുപിടിച്ചോളൂ. അപ്പം നമ്മൾ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈയും അതുപോലെ സ്പെഷ്യലായിട്ടുള്ളൊരു സോസും ആണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഞാൻ മസ്റ്റ് ട്രൈ ചില വീഡിയോസിൽ ഞാൻ പറയാറുണ്ട്, അത് മസ്റ്റ് ട്രൈ ചെയ്യേണ്ട റെസിപ്പി തന്നെയാണ് കേട്ടോ. അല്ലാതെ വെറുതെ വീഡിയോയിൽ എന്തെങ്കിലും പറയേണ്ടതെന്ന് വിചാരിച്ചിട്ട് പറയുന്നതല്ല. ഞാൻ മസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കാരണം ഇതും അതുപോലെ ഒരു ഐറ്റമാണ് കേട്ടോ, മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഡിഷ് കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പീസ് ചിക്കൻ ഇത് ഇവിടെ എടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഗ്രാം നോക്കാൻ വിട്ടുപോയി കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവുമല്ലോ, ലെഗ് പീസ്, ആ ലെഗിൻ്റെ ഭാഗം വരുന്ന കുറച്ച് വലുതായിട്ടുള്ള 2 പീസും അതുപോലെ ലെഗ് മാത്രം 2 കേട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ 4 പീസ് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ സോയാ സോസും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും പിന്നെ 1/2 ടീസ്പൂൺ ഒറിഗാനോ. പിന്നെ ലാസ്റ്റായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതാണ്. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ വെക്കാം. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട സോസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ ഒരു സോസ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് സവാളയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഒരു സവാളയുടെ പകുതി എടുത്താൽ മതി. പിന്നെ 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 3 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ. അതും ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൽ ആ ഒരു സവാളയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് വഴന്ന് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇതിലെ സവാളയും വെളുത്തുള്ളിയും നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീമാണ്. 1/2 കപ്പ് ഫ്രഷ് ക്രീമാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ മാഗി ക്യൂബ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഒരു മാഗി ക്യൂബിൻ്റെ പകുതി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. കാരണം മാഗി ക്യൂബ് ഇട്ടാൽ നമുക്ക് ഉപ്പിടേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പം ഫുള്ളായിട്ട് ഇട്ടാൽ ചിലപ്പോൾ ഉപ്പ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം ഒരു മാഗി ക്യൂബിൻ്റെ പകുതി മാത്രം ഇട്ടിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ മാത്രം ബാക്കിയുള്ളത് ഇട്ടുകൊടുത്താൽ മതി. അപ്പം ഞാനിത് ഒരു മാഗി ക്യൂബിൻ്റെ പകുതി ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിയില ഇട്ടുകൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിയില ഇതുപോലെ ഇങ്ങനെ ചെറുതായി അരിഞ്ഞിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ വേണ്ടത് 1/3 കപ്പ് ചൂടുവെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അത് വെള്ളം ഒഴിച്ചതിന് ശേഷം പിന്നെ 1/2 ടീസ്പൂൺ ഒറിഗാനോ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് കുറച്ച് ടൈം ഒന്ന് കുക്ക് ചെയ്യുമ്പോൾ ഇത് കുറച്ചൊന്ന് കുറുകി വരും. അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ മാഗി ക്യൂബിൻ്റെ ചെറിയൊരു പീസ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ഉപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് നോക്കിയിട്ട് മാത്രം മാഗി ക്യൂബ് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ സോസ് ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബട്ടർ തന്നെയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ബട്ടർ ഇട്ടെടുക്കാം. ഇനി നമുക്ക് ആ ഒരു മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആയതിനു ശേഷം അതൊന്ന് തിരിച്ചിട്ടെടുക്കാം. നമുക്ക് ആവശ്യമാണെങ്കിൽ മാത്രം വീണ്ടും ബട്ടർ ഇട്ടെടുത്താൽ മതി കേട്ടോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് പാനിൽ നിന്ന് മാറ്റാം. അടുത്തത് നമുക്ക് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടെടുക്കാം. ബട്ടർ ഒന്ന് മെൽട്ടായി വരുമ്പോഴേ നമുക്ക് ആവശ്യത്തിനുള്ള ബ്രെഡ്, ഞാൻ ഇവിടെ 2 പീസ് ബ്രെഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം ബ്രെഡ് ഒന്ന് അതിൻ്റെ 2 സൈഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം.
പിന്നെ നമ്മുടെ ഈ ഒരു സോസൊക്കെ ചൂടോടെ തന്നെ സെർവ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഞാൻ സോസ് ആക്കിയതിന് ശേഷമാണ് ചിക്കൻ ഫ്രൈ ചെയ്യാനിട്ടത്. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്ന ടൈം ആ ഒരു സോസ് ചൂടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് കൂടി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രോസൺ ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിയിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ്. അപ്പം നമ്മുടെ ഡിഷ് ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ പേര് ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് കണ്ടുപിടിച്ചോളൂ. അപ്പം നമ്മുടെ സംഭവം ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡിഷ് തന്നെയാണ്. നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ സെർവ് ചെയ്യാൻ പറ്റിയ കിഡിലൻ ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എന്തെങ്കിലും ട്രൈ ചെയ്യുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു നല്ല റെസിപ്പി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.